ഹായ് ഹലോ എല്ലാവർക്കും എവരിഡേ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറിയാണ്. എന്നാൽ മട്ടൻ കറി വെച്ചാലോ? കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മട്ടൻ, ഇതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെള്ളവും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. കറി വേകുമ്പോഴത്തേനും ഇതിലേക്ക് ആവശ്യമായ 2 സവാള, 2 തക്കാളി, പച്ചമുളക് ഇവയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കറി ആയിട്ടില്ല, ഒന്നും കൂടെ വേവാനുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരടുപ്പിൽ ചീനച്ചട്ടി വെച്ച് ചൂടാക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം എന്നിവ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി, പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയിട്ട് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക്, എല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കുക. മസാല നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ആ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കറി വെന്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് കറി വാങ്ങി വെക്കാം. കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.